ഇതാണ് നമ്മുടെ വള്ളി മുറിച്ചതിന് നമുക്കുണ്ടായ കുമ്പളങ്ങ. ഇത് നമ്മൾ കാണാതെ ഇങ്ങനെ നിൽക്കാറുണ്ട്. എന്താ അപ്പോൾ ഇതാണ് നമ്മുടെ കുമ്പളങ്ങ. നമ്മൾ കൃഷിഭവനിൽ നിന്ന് തൈ വാങ്ങിച്ചിട്ട് കുഴിച്ചിട്ടതാണ് 3 മാസം മുമ്പ്. അതിൽ 2 തൈയാണ് നമുക്ക് പിടിച്ച് കിട്ടിയത്. കണ്ട, അപ്പോൾ ഇതൊരു കായ്ച്ചും വെള്ളിച്ചും ഒന്നും കുത്താണ്ട് കിട്ടി. അത് എൻ്റെ മിടുക്കല്ല, അത് മൊന്ത പോലെ ആ ഒരു മാങ്കോസ്റ്റിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ ഞാൻ ക്യാപ്ഷൻ ഇട്ടതുപോലെ നമ്മൾ വള്ളി വെട്ടിയതിന് ശേഷമാണ് കുമ്പളങ്ങ ഉണ്ടായതെന്ന് പറഞ്ഞത്. അതായത് എനിക്കുണ്ടായൊരു അബദ്ധമാണ് കേട്ടോ. നമ്മളിങ്ങനെ ഒരു വലിയ ഇരുമ്പാമ്പുളിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെട്ടി വീശി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലായിരുന്നു പടർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കമ്പ് കണ്ടു, ഒറ്റ വീശിൽ. ആ വീശിനോട് കൂടിയിട്ടാണ് നമ്മൾ ഈ കുമ്പളങ്ങ കാണുന്നത്. എന്തെങ്കിലും ഒരു ഭാഗ്യവശാലാവട്ടെ അത് മൂത്ത കുമ്പളങ്ങയായിരുന്നു. ഇല്ലെങ്കിൽ നമ്മൾ ഈ വള്ളി വീശി കഴിഞ്ഞിട്ടാണ് ഇത് ചള്ള് വെച്ചാൽ നമുക്ക് എത്ര സങ്കടമാവും. കാരണം ആദ്യമായിട്ടുണ്ടായ ഒരു കുമ്പളങ്ങയാണ്. അപ്പോൾ ഇതുപോലുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. എനിക്കിതുപോലെ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളില്ലയെന്ന് വിചാരിച്ചിട്ടാവും ആ വള്ളി വെട്ടുക, അല്ലെങ്കിൽ മരം വെട്ടുക, കൊമ്പ് വെട്ടുക. അപ്പോൾ കാണാം അതുമ്മേ കായ. അങ്ങനെ ഞങ്ങൾക്കൊരു മാവിൻ്റെ ഉണ്ടായി. മാവിൻ്റെ ചില്ല വെട്ടി നോക്കിയപ്പോൾ അതുമ്മേ 2 മാങ്ങ ആദ്യമായിട്ടുണ്ടായതാണ്. അപ്പോൾ അങ്ങനെയുള്ള അബദ്ധങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരു ചെറിയൊരു അശ്രദ്ധയാണ്. കാരണം ഇതുമ്മേ ഉണ്ടാവില്ല നമ്മൾ എഴുതി തള്ളിയത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മുടെ മത്തനും ഇതുപോലെ പൂടുണ്ട്, നിറച്ച് പൂടുണ്ട്. അതുപോലെ തന്നെ നിറച്ച് പ്രാണിയുണ്ട് കേട്ടോ. നിറച്ച് പ്രാണി അവിടെ. പിന്നെ പൂക്കൾ വിരിയാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഒരു കായ്ച്ച കെണി, മഞ്ഞ കെണി ഉണ്ടല്ലോ, അത് വെച്ചാൽ നന്നായിരിക്കും. ഇത് ഒരു തരം റെഡ് പോലത്തെ ഒരു മണ്ടുണ്ട്, അവരാണ് ഇതിൻ്റെ മുകളിലുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ തന്നെ അവർക്ക് വെള്ളീച്ചയ്ക്കൊക്കെ ഉള്ള മരുന്നടിച്ചപ്പോൾ അതൊന്നും കാണാനില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഇലയമൊക്കെ അവരിങ്ങനെ ഒരു വെള്ള മാപ്പ് പോലെ സാധനങ്ങൾ ഓടിക്കാറുണ്ട്. ഇതിലിപ്പോൾ 2 ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുമ്പളാണ് ഈ പോണത്, ഇത് മത്തൻ്റെ അല്ല. അപ്പോൾ നമുക്കിപ്പോൾ അത് വേർതിരിച്ച് മനസ്സിലായി തുടങ്ങി. ആദ്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ മരുന്നുകൾ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നിറച്ച് ഈച്ചകൾ വന്നിട്ട് ഇതാദ്യമേ തുളയ്ക്കും. ഒരു തരം റെഡ് വണ്ടുമുണ്ട്, പിന്നെ ഒരു സ്വർണ്ണ കളറുള്ളൊരു ഈച്ചയുണ്ട്. അവരാണ് ഇതിനെ കൂടുതൽ നശിപ്പിക്കുന്നത്. നമ്മുടെ ഇതേ കുമ്പളമ്മിലും ഇതുപോലെ കായകളായിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നിറച്ച് കുത്തിപ്പോയി. അപ്പോൾ നമ്മൾ അത് ഇപ്പോഴാണ് വന്ന് നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ അതിന് നമ്മുടെ വെള്ളിച്ച അതിൻ്റെ മരുന്നൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അങ്ങനെ ആ ഒരു സ്വർണ്ണ കളറുള്ള ആ ഒരു പ്രാണീനെ കാണാനില്ല. അവരാണിത് മുഴുവൻ കുത്തി നശിപ്പിക്കണവർ. കുറേ മത്തൻ്റെയും കുമ്പളത്തിൻ്റെയും കായകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് പറഞ്ഞാൽ എണ്ണാനോ അത്ര പറ്റില്ല. ഒരു 10-100 എണ്ണം കൊഴിഞ്ഞു പോയിട്ടുണ്ടാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ വള്ളി മൂത്താലാണ് കായ പിടിക്കുള്ളൂ. ഞാൻ കുറേ പേരോട് ചോദിച്ചു, ഇത് എന്താ ഇത് ഇത്ര അധികം ഉണ്ടായിട്ട് കൊഴിഞ്ഞു പോവുകയാണ്, എല്ലാം കൊഴിഞ്ഞു പോവുക. അപ്പോൾ പറയണത് ഇതിൻ്റെ ഒരു മൂപ്പുണ്ട്, ആ മൂപ്പ് കഴിഞ്ഞാലാണ് ഇത് ഉണ്ടാവുള്ളൂ എന്ന്. ഇതിൽ മത്തൻ്റെ പൂവാണ് പ്രധാനമായിട്ട് കൊഴിഞ്ഞു പോകണം. പരാഗണം നടക്കാനായിട്ട് ആൺപൂവും ഒപ്പം വിരിയണ്ടേ. അപ്പോൾ അത് കുറവാണ്. ഈ ഇങ്ങനെ കായുള്ള പൂക്കളാണ്, അല്ലെങ്കിൽ ഇതാണ് കൂടുതൽ ഉണ്ടാവണത്. അപ്പോൾ അതുകൊണ്ട് പരാഗണം ശരിക്കും നടക്കണില്ല. അപ്പോൾ അങ്ങനെ കൊഴിഞ്ഞു പോകും. അപ്പോൾ അതിലൊരു മൂപ്പ് എത്തിക്കഴിഞ്ഞാൽ അവർ തനിയെ കായ ഉണ്ടാവും എന്നാണ് പറയണത്. അപ്പോൾ ഇതാണ് നമ്മുടെ മത്തനും കുമ്പളനും കൂട്ടായിട്ട് ടെറസിൻ്റെ മുകളിലേക്ക് ഇത് പടർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിറയെ ആൺപൂവും പെൺപൂവും ഒരുമിച്ച് വിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ തനിയെ പരാഗണം നടത്തും. നമുക്ക് അടുത്താണെങ്കിൽ മാത്രമാണ് കൃത്രിമമായിട്ട് പരാഗണം കൊടുത്തിട്ട് എല്ലാ കായകളേനെയും സുരക്ഷിതമാക്കാൻ പറ്റുള്ളൂ. കണ്ട, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മത്തൻ്റെയും ഇതിൻ്റെയും. കണ്ട് ഇനി ഈ മുളകിൻ്റെ മുകളിൽ എവിടെ കയറിയാലും പിന്നെ വലിയ ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ പടർത്തി വിടാൻ പറ്റും. കണ്ട, ഈ വള്ളിയുടെയൊക്കെ ഒരു വലിപ്പം കണ്ട. അപ്പോൾ ഒരു 2-3 ചെടിയൊക്കെ ഉണ്ടെങ്കിലേ നല്ലോണം സ്ഥലം വേണട്ടോ ഇവരെന്നെ പടർത്താനായിട്ട്. ഇല്ലെങ്കിൽ ഇവരിങ്ങനെ എന്താ പറയുക, അവർക്ക് ശക്തി പോവും. ഇതിപ്പോൾ പടരാൻ കുറേ പട്ടയൊക്കെ ഇട്ടത് കൊടുത്തുകൊണ്ട് നമുക്ക് താഴ്ത്തി തണവും കിട്ടും. അപ്പോൾ ഇങ്ങനെ ടെറസുള്ളവർക്ക് കയറ്റി ഇങ്ങനെ പടർത്താൻ പറ്റുന്ന ഒരു നല്ലൊരു ഇതാണ് കേട്ടോ ഈ കുമ്പളും മത്തമൊക്കെ. അവിടെ ഇവിടെയൊക്കെ കായുണ്ട്. ഇതുണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. കണ്ട, ഇവിടെയൊക്കെ കായ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പൂവ് ഇതായിട്ടുണ്ട്. അപ്പോൾ നിറയെ ഇതുപോലെ ഈ പറഞ്ഞ പോലെ ആൺപൂക്കളുള്ളത് കൊണ്ട് ഈ പെൺപൂക്കൾ ഇങ്ങനെ വിരിയുമ്പോൾ അതൊക്കെ കായാവാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുമ്പളത്തിൻ്റെയും മത്തൻ്റെയും ഒക്കെ വിശേഷം.